കാർമൂക്കിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുവാൻ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ നിന്നെ വിളിച്ചവനുന്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം എൻ്റെ വ്യൂസിൻ്റെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ഞാൻ കാർഡ്സിനെ സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഓക്കെ, എന്തൊക്കെയാണ് എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾ സാധ്യമാകുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്, യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ, സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, വീട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മോഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. 7 ചക്ര മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ഫുള്ളും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. 7 ചക്ര മെഡിറ്റേഷനിൽ ഈ 7 ഓഫ് കപ്പിൽ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ വേദനിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ ദുഃഖിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യമാണ് ദുഃഖിക്കുന്നത്? എൻ്റെ വ്യൂസ് തേർഡ് പാർട്ടിയെ ഓർത്ത് വളരെ വേദനിക്കുന്നതായി കാണുന്നു. ചില ഹൃദയങ്ങൾ തകർന്ന് ഇനി അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തെ തകർത്ത് നിർത്തിയിരിക്കുന്ന ചില സിറ്റുവേഷൻ, തേർഡ് പാർട്ടി കാരണമാണ് ഈ ഒരു വേദന ഉണ്ടായിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് വേദനിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് വേദനിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? മാനസിക ധൈര്യമില്ല, ഒരു സ്റ്റാർട്ടിങ് ഇല്ല. ഓക്കെ, ഒരു വിജയം ലഭിക്കുന്നില്ല, ഒരു ഉയർച്ച ലഭിക്കുന്നില്ല. ചില സ്ഥാനമാനങ്ങൾ ഒരുപാട് നാളായിട്ട് അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്, അത് ലഭിക്കുന്നില്ല, സ്റ്റെബിലിറ്റി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് വേദനിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് വേദനിക്കുന്നതായിട്ടുള്ള ചില സമയങ്ങളിലേക്ക് ഇമ്മച്യൂർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, ഒരുപാട് കുഴികളിലേക്ക് ചെന്ന് ചാടിപ്പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആവശ്യമില്ലാതെ ഉള്ള തീരുമാനങ്ങളിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, രക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കുടുംബത്തിന് തന്നെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തൻ്റെ തീരുമാനങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ള ഒരു ചിന്ത. കിട്ടുന്ന പൈസകളെല്ലാം അടിച്ചു പൊളിച്ചു പോകുന്നു. സേവ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴും അതെല്ലാം ഒരു ചില കുഴികളിലേക്ക് വീണു പോകുന്നു. എത്രത്തോളം നോക്കിയിരുന്നാലും ചില കുഴികളിൽ തട്ടി വീണു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് വേദനിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറച്ച് അഡ്വൈസുകളൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങളത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ചില ജോലി സ്ഥലത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ജോലി സ്ഥലത്തെ വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ചില അധികാരികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, നിങ്ങൾക്കെതിരായിട്ട് എപ്പോഴും സംസാരിക്കുന്നതായി കാണുന്നു. അവരുടെ ഓർഡറുകൾ നിങ്ങൾക്ക് സഹിക്കാൻ
കഴിയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് വേദനിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ചില ബാങ്കുകളിലൊക്കെ നിങ്ങൾ കയറി ഇറങ്ങുന്നു, നിങ്ങളുടെ സാമ്പത്തികം ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ട് അത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചില ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ കയറി ഇറങ്ങുന്നു, ആ ഒരു രോഗം നിങ്ങളിൽ നിന്ന് മാറുന്നില്ല, ഒരുപാട് എക്സ്പെൻസ് നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എപ്പോഴും ഒന്നിന് പിറകെ ഒന്നായിട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നു, പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി ജോലിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയും ലഭിക്കാതെ നിൽക്കുന്ന ചില സിറ്റുവേഷനുകൾ എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായി കാണുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരുക്കുന്നതെന്ന് കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മറുപടി എന്താണ്? യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്ന മറുപടി എന്താണ്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 4, 17, 12, 3, 20, 2, 3, 2, 6. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? യൂണിവേഴ്സ് പറയുന്നു, ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റുക, ആ കല്ല്, ആ ഭാരം നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി നിങ്ങൾ ഒരു ഹീല് കൊണ്ടുവരിക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റിയതിന് ശേഷം നിങ്ങളുടെ ഈ ഭാരം, ഹൃദയത്തിൽ ഇപ്പോഴും കുറേ നെഗറ്റീവ് ഭാരങ്ങൾ നിങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. ഈ ഒരു വ്യക്തിയുണ്ട്, ഒരു കറുത്ത തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. തൻ്റെ നെഗറ്റീവ് തോട്ടുകളെ റിമൂവ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നതായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, ആ ഭാരങ്ങളെ നിങ്ങൾ അകറ്റി മാറ്റുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടന്നു വന്നിട്ടുള്ള, പാസ്റ്റിൽ കടന്നു വന്നിട്ടുള്ളതായിട്ടുള്ള ചില വേദനകളുണ്ട്, ആ വേദനകളെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ കയറും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സിംഹാസനം കണ്ടാൽ ഇതൊരു സ്റ്റോണിൻ്റെ സിംഹാസനമാണ്. അത് ആ വ്യക്തിയുടെ ഒരുപാട് എഫേർട്ടിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്, ഗിഫ്റ്റ് കിട്ടുന്നതല്ല. ഈ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുകയുള്ളൂ. ഈ എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ തോട്ടുകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് കഠിനമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്താണ്? നമ്മൾ ഇഗ്നോർ ചെയ്യണം. നമ്മുടെ ചിന്തയിലേക്ക് വരുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും വരും, വീണ്ടും ക്യാൻസൽ ചെയ്യണം, വീണ്ടും വരും, വീണ്ടും ക്യാൻസൽ ചെയ്യണം. ചിന്തകൾ, ഹൃദയത്തിലിരിക്കുന്ന ചില ഭാരങ്ങളുണ്ട്, ചില വ്യക്തികളോട് തോന്നുന്ന ഭാരങ്ങൾ. എന്നെ ചതിച്ചിരിക്കുന്നു, എൻ്റെ ലൈഫിൽ നിന്നും എന്നെ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാരങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിൽ വെക്കുന്നു അത്രത്തോളം ഇരിക്കുന്ന സ്ഥലം നശിച്ചു പോകത്തേ ഉള്ളൂ. നമ്മളൊരു വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പഴവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ അത് ഫ്രഷ് ആയിരിക്കും, പക്ഷേ അത് നമ്മുടെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിരുന്ന് അത് ഡീകമ്പോസ് ആയി തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത് ജീർണിച്ച് നമുക്ക് അസുഖങ്ങൾ പടത്തും. എന്തസുഖങ്ങളാണ്? ഡിപ്രഷനാകും. നമ്മൾ നമ്മുടെ സമനില തെറ്റി നമ്മൾ പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. നമുക്ക് ഒന്നിലേക്കും ഒരു ഫോക്കസ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം നമ്മൾ തളർന്നു പോകും. നമ്മളിലേക്ക് പിന്നെ നെഗറ്റീവ് വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യും. ഈച്ചകളും പുഴുക്കളും അതും ഇതും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഈച്ചയും പുഴു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വഴിയെ പോകുന്ന ആൾക്കാർ വരെ വന്ന് കലറിഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളെ നിങ്ങൾ മാറ്റുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം വന്നു ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പം ജസ്റ്റ് ഒരു കുളമാണ്. ഒരു കുളത്തിൽ നമ്മൾ തന്നെ കുറേ നെഗറ്റീവ് വാക്കുകൾ, എൻ്റെ ജീവിതം നശിച്ചതാണ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്നെ ആർക്കും വേണ്ട, എന്നെ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ ഒരു കുളത്തിൽ ആവശ്യമില്ലാതെ കുറേ പ്ലാസ്റ്റിക് കുപ്പികളും അതും ഇതും ചപ്പും ചവറും വാരി ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ വഴിയെ പോകുന്ന ആൾക്കാരും വിചാരിക്കും, ഇവിടെ നമുക്ക് ആ അഴുക്ക് സ്ഥലത്ത് തന്നെ ഈ കയ്യിലിരിക്കുന്ന കുപ്പിയും കൂടി വാരിയിടും, കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പറും കൂടി വാരിയിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അഴുക്കായി കിടക്കുന്നതിൻ്റെ മണ്ടയിൽ വന്ന് വീണ്ടും ആൾക്കാർ
വഴക്കിടാൻ എളുപ്പമായിരിക്കും. ഏതെങ്കിലും രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാർ പോലും അവിടെ വന്ന് വേസ്റ്റ് ഇട്ട് കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മളെ തന്നെ വൃത്തിയാക്കി വെക്കുക. വളരെ നീറ്റായി കിടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ചെറിയ മുട്ടായിയുടെ ആ ഒരു കവറ് പോലും നമുക്ക് ഇടാൻ തോന്നത്തില്ല. അപ്പോഴേ നമ്മൾ അതെന്ത് ചെയ്യും? ബാഗിൻ്റെ അകത്ത് വെക്കും അല്ലേ? നമുക്കൊന്ന് തുപ്പണമെന്ന് തോന്നിയാൽ തന്നെ നമുക്ക് തുപ്പാൻ കഴിയത്തില്ല. നമ്മളെന്ത് ചെയ്യും? അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ വൃത്തിയാക്കുക. നമ്മളിലുള്ള നെഗറ്റീവ്, എന്നെ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്ന എൻ്റെ ചിന്തകളും എൻ്റെ പ്രവർത്തികളും നല്ല റൂട്ടിലാണ് പോകുന്നത് എന്ന് നമുക്ക് കൂടി ബോധ്യം വേണം. തെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ന്യായീകരിക്കുകയല്ല, തെറ്റാണെങ്കിൽ അത് സ്വയം അംഗീകരിച്ച് അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ കുളത്തിൽ വേസ്റ്റുകളുണ്ട്, ശരിയാണ്, ഞാൻ അതിനെ വൃത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിലാണ് ഇവിടെ സെലിബ്രേഷൻ വന്നു ചേരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ, നിങ്ങളിലേക്ക് ഒരു ദൈവികമായ ആത്മാവിനെ പകരുകയാണ്. ഓക്കെ, നിങ്ങളെ കൂടുതലും സ്റ്റാർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ സ്റ്റാർ ആക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പൺ ആകുകയാണ്. ഓക്കെ, നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുകയാണ്. യൂണിവേഴ്സിൻ്റെ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ സ്പിരിച്വലായിട്ട് വരിക എന്ന് പറയുന്നത്, ചില വ്യക്തികൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ സ്പിരിച്വലായിട്ട് നിന്നില്ല, മറ്റുള്ളവർ നമ്മൾ എന്ത് പറഞ്ഞിരുന്നാലും അത് സഹിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിന് അത് പെട്ടെന്ന് ദേഷ്യമാകും, യൂണിവേഴ്സ് നമ്മളോട് കോപിക്കും എന്നുള്ള ചിന്തയിൽ ചില വ്യക്തികളുണ്ട്. എന്നാൽ അങ്ങനെയല്ല. യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ മുണ്ട് മടക്കി കുത്താനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പ്രകൃതി പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രകൃതിയെ ഒരുപാട് നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ, മരങ്ങളും അതും ഇതെല്ലാം വെട്ടി നശിക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മുണ്ട് മടക്കി കുത്തുകയും കൂടി വേണം. അത്രയ്ക്ക് പാവമായി പോകരുത്. ഓക്കെ, അങ്ങനെ പോകരുത്. ചില വ്യക്തികൾ യൂണിവേഴ്സ് ദേഷിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ കല്ലെറിയുമ്പോഴും ആ എറിയും കൊണ്ടുകൊണ്ട് ആ വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കുക, അവർക്ക് വേണ്ടി ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ടും നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കുകയാണെങ്കിൽ മടക്കി കുത്താം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ നഷ്ടങ്ങളിൽ ഇപ്പോഴും തന്നെ സ്റ്റക്കായി നിൽക്കരുത്. ഇപ്പോഴും നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ കുതിച്ച് മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ്. നിങ്ങൾ വിജയം കാണേണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് ഗ്രോത്ത് വരണമെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്നതായ ഗിഫ്റ്റ് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കപ്പ് നിങ്ങൾക്ക് നഷ്ടമായത്. നമുക്കൊരു കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് അയ്യോ ഇത് ഇനി വേറെ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ലേ? അങ്ങനെ തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ തിരിയുന്നില്ല. നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളിൽ നിന്നും ഈ ഒരു കാര്യം മാറ്റിയത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രണ്ടെണ്ണത്തിനെ നിങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അത് നിങ്ങളോട് ചെയ്തത്. ഇവിടെ ഒരു പാലം കാണാം. ആ പാലം എന്ന് പറയുന്നത് സ്പിരിച്വൽ പാലമാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്തിന്? സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടക്കുവാൻ, നിങ്ങൾക്ക് ഗ്രോത്ത് വരുവാനാണ് നിങ്ങൾക്ക് ഈ ഒരു പാലം യൂണിവേഴ്സ് ഇട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പാലവും കാണുന്നില്ല, യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റും കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം, യൂണിവേഴ്സിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എനിക്ക് വേണ്ടി യൂണിവേഴ്സ് എന്താണ് മാറ്റി വെച്ചിരിക്കുന്നത്? ഇവിടെ ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരിടത്ത് എന്തോ ജനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ജനിച്ചത് എന്താണ്, എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്? ഹീലിംഗ് ആണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ്. ഹാർട്ട് ചക്ര നിങ്ങൾ ചെയ്യുക. ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നൽകുവാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അബൻഡൻസ് നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില സത്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വിഷ്ഫുൾമെൻ്റ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ലക്ഷറി ആകാൻ പോകുന്നു. ലക്ഷറി വേണമെന്നവരല്ല, ഞാൻ ലക്ഷറി തന്നെ. നിങ്ങൾക്ക് ആ അഫർമേഷൻ ചെയ്യാം, ഞാൻ ലക്ഷറി പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ലക്ഷറി ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, എന്നിലേക്ക് ലക്ഷറി ജീവിതം വന്നു ചേരുന്നു എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു വിജയം. ഒരു വള്ളം കളിക്കുന്ന ഒരു വ്യക്തി പോട്ടെ
പതുക്കെ പോട്ടെ, പോട്ടെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വള്ളത്തിൻ്റെ സ്പീഡ് അവർ തളർന്നു പോകും. വള്ളം തുഴയുന്ന വ്യക്തികൾ പോലും തളർന്നു പോകും. നമുക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു തളർന്ന വെയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആർപ്പോന്ന് വിളിച്ച് നിങ്ങൾ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ കഴിയും, നിങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ സന്തോഷത്തോടെ ആർപ്പ് വിളിച്ച്, ഇപ്പോൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, മുന്നോട്ട് നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളായിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് ആർപ്പ് വിളിച്ച് മുന്നോട്ട് പോകാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ സന്തോഷിക്കുവാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളത്. മനക്കരുത്ത് വേണം. ഓക്കെ, മനോബലം നഷ്ടപ്പെട്ടു പോരുത്. നമുക്ക് പൈസ പോയിരുന്നാലും നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഓക്കെ, ബന്ധപ്പെട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരികെ കൊണ്ടുവരാം. നമ്മുടെ മാനസിക നില പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പാടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സന്തോഷിക്കുക. കിട്ടുന്ന ദിവസത്തെ എന്ത് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവൻ ബാക്കിയുണ്ടല്ലോ, അത് മതി. എന്നിൽ ആരോഗ്യം ബാക്കിയുണ്ടല്ലോ, എനിക്ക് അത് മതി. അതാണ് എൻ്റെ ബലം. അതുണ്ടെങ്കിൽ ഞാൻ സർവ്വതും നേടിയെടുക്കും എന്ന് ചിന്തിക്കുക. ഓക്കെ, അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കുക. നിങ്ങൾ സന്തോഷിക്കാനാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ടെൻഷൻ ആകണ്ട, ഈ ഒരു സമയവും നിങ്ങൾക്ക് കടന്നു പോകും. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. മുന്നോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വഴിയും കാണുന്നില്ലായിരിക്കാം, എന്നാൽ യൂണിവേഴ്സ് വീണ്ടും വന്നിരിക്കുന്നു. മുന്നോട്ട് നിങ്ങൾക്കൊരു വഴിയും കാണാതിരിക്കുമ്പോൾ, നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, പ്രവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. അയ്യോ, എനിക്ക് മുന്നോട്ടൊരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരടുത്തും ഒന്നും ചോദിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, റൂട്ട് ചക്ര ചെയ്യുന്നില്ല. ഞാൻ പല വ്യക്തികളടുത്തും പറയും, ഇതിൽ നിന്ന് ഒരു മാറ്റം വരുന്നതിന് നിങ്ങൾ മുടങ്ങാതെ റൂട്ട് ചക്ര ചെയ്യണം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർന്നു വരും. നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും നിങ്ങൾ മടിക്കാതെ നിങ്ങൾ റൂട്ട് ചക്ര ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ, അയ്യോ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് മറന്നുപോയി, ഇവിടെ പോയപ്പോൾ മറന്നുപോയി, അങ്ങനെ മറന്നു പോകുന്നു. ഓക്കെ, അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ, അധ്വാനിച്ചിട്ട് ഈ വ്യക്തി നല്ല കഠിനാധ്വാനം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് അലങ്കരിക്കണമെങ്കിൽ, സ്വന്തമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുകയുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളെ താങ്ങിക്കൊള്ളും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ കണ്ണിലെ കെട്ടഴിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിരിക്കുന്ന മനസ്സ്, ആ നെഗറ്റീവ് സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം നേരെയാക്കണം. അവിടെ നിന്ന് എഴുന്നേൽക്കണം. എങ്കിൽ മാത്രമായിരിക്കും യൂണിവേഴ്സിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നതെന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത് നമുക്ക് നോക്കാം. എംബറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് എന്താണ് പറയാനുള്ളത്? യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എംബറർ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ എടുക്കുക. നിങ്ങൾക്ക് അറിവിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രത്തോളം ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിക്കുക. ഞാൻ എന്താണ് വേണ്ടത്? ജീവിതത്തിൽ പരാജയപ്പെട്ട ആൾക്കാരെ പോയി കാണുക. വിജയിച്ച ആൾക്കാർക്ക് അവർക്ക് അത്രത്തോളം പറയാനൊന്നും കാണത്തില്ല. അങ്ങനെ ഇരുന്നങ്ങ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ മതി, അതിൽ പ്രത്യേകിച്ച് അവർക്കൊന്നും പറയാനില്ല. പക്ഷേ സീറോയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ പകുതി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവർ വീണു പോയിട്ടുണ്ട്. അങ്ങനെ വീണു പോയവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് പ്രാവശ്യം തോറ്റവരിൽ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ ചിലത് കാണും. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അവരെങ്ങനെയാണ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത്, അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് ഇത്ര ശക്തി പ്രാപിക്കുന്നത്, അവരുടെ മനോബലം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ഇടുക. എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങൾ തളർന്ന് നിൽക്കേണ്ട ഒരു വ്യക്തി ആകരുത്. ഓക്കെ, നമ്മൾ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രം. ഈ ഒരു വ്യക്തി എഫേർട്ട് ഇടുന്നതിന് മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നമ്മളിലേക്ക് കൂലി എത്തുകയുള്ളൂ. നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ തുച്ഛമായ അനുഗ്രഹം മാത്രമായിരിക്കും നമ്മളിൽ കിട്ടുന്നത്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുക, യൂണിവേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, എന്നാൽ നിങ്ങളിലേക്ക് അനുഗ്രഹം വന്നു ചേരും. 7 ചക്ര മെഡിറ്റേഷനാണ് വന്നിരിക്കുന്നത്. കൗൺസിലിങ്ങിൻ്റെ കാര്യം യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണമെങ്കിൽ നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കണം. വിഷ്ടം നിങ്ങളിലേക്ക് കടന്നു വരണം. വിഷ്ടമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കില്ല. ഈ ഒരു താക്കോല് ഒരു അറിവുള്ളവർക്കായിരിക്കും കിട്ടുന്നത്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വഴി ഓപ്പൺ ആകണം. അതിന് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് അറിവുകൾ ആവശ്യമാണ്. നിങ്ങൾക്ക് അറിവുകൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് സർവ്വതും വന്നു ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളുടെ, നിങ്ങളുടെ വിഷമങ്ങളുടെ മധ്യത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, നമുക്ക് സ്പിരിച്വൽ മെസ്സേജ് കൂടി എടുക്കാം.
താങ്ക് യു യൂണിവേഴ്സ്. കൂടിയ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള കാറ്റും കോളും മഴയുമായിട്ടൊക്കെ നിങ്ങൾ കാർമേഘം നിങ്ങളുടെ നിഗ്രഹത്തെ മൂടി വെച്ചിരിക്കുന്നെങ്കിലും യൂണിവേഴ്സ് പറയണം ആ കാർമേഘത്തിനപ്പുറം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കാമെങ്കിൽ ഒരു മഴവില്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മഴവില്ല് എന്താണ്? നിങ്ങളുടെ പ്രതീക്ഷയാണ്. ഈ ഒരു കാർമേഘം എന്നിൽ നിന്നും നീങ്ങിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷയാണ്, അനുഗ്രഹമാണ് നിങ്ങളെ തേടി എത്താൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ 7 ചക്ര മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ വീണ്ടും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചക്രാസിനെ, ആ ഒരു ഏഞ്ചൽസിനെ നിങ്ങൾ വീണ്ടും ഒന്ന് ശക്തിപ്പെടുത്തുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ചിന്തകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഇതൊന്ന് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളെ ദൂതന്മാർ നിങ്ങളെ സഹായിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിലെ കാര്യങ്ങളിൽ നിങ്ങൾ നിൽക്കരുത്. ഇത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ വീണ്ടും പറയുന്നത്. പാസ്റ്റിൽ നടന്നതുമായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തേടിയെത്തുന്നത് കൊതുകും ഈച്ചയും വണ്ടും തേളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്, നിങ്ങളെ ഉപദ്രവിക്കാൻ കടന്നു വരുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ പഴകിയ കാര്യങ്ങൾ, ആ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു മാറ്റുക. അത് നിങ്ങൾക്ക് വളമായി യൂസ് ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളമായിട്ട് യൂസ് ചെയ്ത് അവിടെ മണ്ണിട്ട് മൂടുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗൈഡൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുവാനല്ല, നിങ്ങളുടെ ഹൃദയം എപ്പോഴും സന്തോഷിക്കുവാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ പ്രസാദം തന്നെ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സിന് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഒരു പുഞ്ചിരി മാത്രമാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനെ നോക്കി, ആ മുകളിലേക്ക്, ആ ആകാശത്തിലേക്ക് നോക്കി നിങ്ങൾ അല്ലെങ്കിൽ കണ്ണടച്ച് ആ പ്രപഞ്ചശക്തി ആരാണോ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ പ്രപഞ്ചശക്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഞാൻ ഇനി വിഷമിക്കില്ല, ഞാൻ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ അത് തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സിന് നൽകുന്ന പ്രസാദം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എന്നത്തെയും പോലെ അല്ല, അതിലും അധികമായി എൻ്റെ വ്യൂസിന് അനുഗ്രഹങ്ങൾ വന്നു ചേർന്നതിനായി നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.